ഓം ശ്രീ സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യത്തിന്റെ 379 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എം വി തൃക്കരിപ്പൂറാണ്. നമുക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് ശ്രീ ടി എസ് വിനോദ് കോട്ടയത്ത് നിന്നാണ്. അപ്പോ ശ്രീ വിനോദ് പിന്നെ 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ വായിക്കാം. ബാക്കി ഒരു 15 മിനിറ്റ് അവനവന്റെ അനുഭവങ്ങൾ പറയുക. പിന്നെ ഭഗവാന്റെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. അതിനുശേഷം ഒരു ഭജന പാടണം. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോ വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. സായിരാം. 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 ശ്രീ സത്യസായി വാണി 8ാം ഭാഗം 34ാം അധ്യായം. അറിയുക, അഗ്നിപരീക്ഷയാണ് ജീവിതം. സായിരാം വിനോദേ. സായിരാം ഓങ്കാരവും സായി ഗായത്രിയും പറയണം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. സായിരാം. ശ്രീ സത്യസായി വാണി 8ാം ഭാഗം 34ാമത്തെ അധ്യായം. അറിയുക, അഗ്നിപരീക്ഷയാണ് ജീവിതം. ശ്രീ സത്യസായി ഹോസ്പിറ്റലിന്റെ 12ാം വാർഷിക ദിനമാണിന്ന്. ഗോവ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അധ്യക്ഷം വഹിക്കുന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഇതിൽ പങ്കെടുക്കുന്നു. മെഡിക്കൽ ഓഫീസർ വിശദമായ റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. എല്ലാ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു ചോദ്യം റിപ്പോർട്ടിൽ ഉണ്ടായില്ല. എന്തിനു വേണ്ടിയാണ് ആരോഗ്യം വീണ്ടെടുക്കുന്നത്? ശരീരം കൊണ്ടുള്ള പ്രയോജനമെന്ത്? ഇന്ദ്രിയങ്ങൾ, ഓർമ്മ, ബുദ്ധി, വികാരം ഇവയൊക്കെ ഉള്ള ശരീരം വെറുമൊരു ഉപകരണമാണ്, വെറുമൊരു തേര്. ഏതോ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. തേരിനേക്കാൾ ഏത് ദിവസവും തേരിന്റെ ഉടമസ്ഥനാണ് പ്രധാനമാണ്. തേര് നന്നാക്കി വയ്ക്കുന്നത് അയാൾക്ക് വേണ്ടിയാണ്. ജീവിതത്തിന്റെ അവധി അയാളാണ് നിർണയിക്കുന്നത്. ജീവിതം തന്നയാൾ സൃഷ്ടാവ്. കഴിച്ച ആഹാരത്തിന്റെ അളവോ കുത്തിവെച്ച മരുന്നിന്റെ അളവോ ഒന്നും പ്രശ്നമല്ല. മരുന്ന് കുറിച്ച ഡോക്ടറുടെ പഠിപ്പോ യോഗ്യതയോ ഒന്നും കണക്കാക്കില്ല. ഭയവും വിശ്വാസരാഹിത്യവുമാണ് അനാരോഗ്യത്തിനും മരണത്തിനും കാരണമാകുന്നത്. ആത്മാവിൽ ദത്തശ്രദ്ധനായ ഒരുവന് മൃത്യുവിനെ അതിജീവിക്കാം. കുറിക്കാവുന്ന ഫലപ്രദമായ ഇഞ്ചക്ഷൻ ഇതത്രേ ആത്മവിദ്യ. മൃത്യു ആകസ്മികമാണ്. ഈശ്വരനെ കുറിച്ച് സദാപി നിരൂപിക്കുക. ഈ മാംസപേടകത്തിനുള്ളിൽ ഈശ്വരനാണ്, ജീവനായകനാണ്. ജീവിതത്തിൽ അനവരതം ശ്വാസോച്ഛ്വാസത്തിൽ, നിൽപ്പിൽ, നടപ്പിൽ ഒക്കെയും ഈശ്വര ചിന്തയുണ്ടാവണം. ഈശ്വരന് സർവാത്മന സമർപ്പിതമായ ഒരസുഖവും ഉണ്ടാവില്ല. നാവിന്റെ അത്യാർത്തി കുറയ്ക്കണം. ഭക്ഷണം നിയന്ത്രിക്കണം. സാത്വികാഹാരം ശീലമാക്കുക. സാത്വിക സ്വഭാവമുള്ള കളികളിലെ ഏർപ്പെടാവൂ. എങ്കിൽ ശാരീരികവും മാനസികവുമായ അസുഖമോ അനാരോഗ്യമോ ഉണ്ടാവില്ല. നഷ്ടം, നിരാശ, അപജയം ഇവയിൽ മനസ്സിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടരുത്. ഞാൻ എപ്പോഴും സന്തുഷ്ടനാണ് എന്ന് നിങ്ങൾക്ക്
മറ്റുള്ളവരോട് പറയാൻ കഴിയണം. ഹരിചന്ദ്രന് എന്തെല്ലാം അഗ്നിപരീക്ഷകളുണ്ടായി ജീവിതത്തിൽ, ദാരിദ്ര്യം, അടിമത്തം, എന്തെല്ലാം. പക്ഷെ നിശ്ചയദാർഢ്യത്തിൽ നിന്നോ ധർമ്മമാർഗത്തിൽ നിന്നോ അണുവിട വ്യതിചലിച്ചില്ല. ഭഗവത് നാമമാണ് ഫലപ്രദമായ ടോണിക്ക്. എല്ലാം രോഗവിമുക്തം, രോഗവും മാറ്റിക്കളയും. സമയം കൊല്ലിയാക്കി നാമസ്മരണയെ മാറ്റരുത്. ഇതൊരു സാധനയാണ് ആയി കരുതണം. നിങ്ങൾക്ക് ശക്തിയും ബുദ്ധിയും തരുന്ന സാധന. ജനിമൃതി വിമോചനമായ സാധന തപശ്ചര്യയാണ്. നാമസ്മരണയ്ക്ക് 100 കൂട്ടം ജോലിക്കു കഴിയുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഒഴിവാക്കാനാവാത്ത ഒരു വെറും ജോലിയാണോ ഇത്? 100 ജോലി ചെയ്യുന്നവർക്ക് നിഷ്പ്രയാസം ഇതൊന്നുകൂടി ആവാം. ഉറക്കം പോലെ, ആഹാരം പോലെ, ജലം പോലെ ആവശ്യ ഘടകമാണ് ഇത്. ഈശ്വര ചിന്തയോടെ എന്നും ഉണരുക. പകലന്തിയോളം ഈശ്വരനാമം ഓർക്കുക. ഈശ്വര മഹത്വം അനുധ്യാനിച്ചുറങ്ങുക. ഉറങ്ങാൻ കിടക്കുന്ന ദിവസവും തീയതിയും നിങ്ങൾക്കറിയാം. ഉണരുമ്പോൾ ആ തീയതിയും ദിവസവും മാറിയിരിക്കും. ഒരു ദിവസം കൂടി നിങ്ങൾക്ക് പ്രായമേറുന്നു. ഒരു ചുവട് കൂടി മരണം അടുത്തു വരുന്നു. കാലത്തിനടിയിൽ എത്ര വെള്ളം ഒഴുകിപ്പോയിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്തെന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഉണരുന്നത് നവമായ ഒരു ദിനം, ഒരു നീണ്ട അഗ്നിപരീക്ഷയാണ്. അപ്രതീക്ഷിതമായി പലതും സംഭവിക്കാം. വഴി പെട്ടെന്ന് ചതുപ്പും നിലമായി മാറാം. ആകാശം ഇരുളാം. ഭാഗ്യം ഓടി ഒളിക്കാം. മായയുടെ മുഖപടം ജ്ഞാനത്തിന്റെ വാളിനാൽ ചീന്തുക. തദ്യയും മിഥ്യയും തിരിച്ചറിയുക. ഈശ്വരനെ കാണാൻ കഴിയാത്ത കണ്ണിന് അന്ധത തന്നെ അലങ്കാരം. അപസ്വരം മാത്രം കേൾക്കുന്ന കാതിന് ബധിരത തന്നെ ഭൂഷണം. നിങ്ങളുടെ ആശാഭിലാഷങ്ങളെ ബുദ്ധീകരിക്കാനുള്ള കഴിവ് ഇന്ദ്രിയങ്ങൾക്കുണ്ടാവണം. ആരോഗ്യവും ആമോദവും ഉറപ്പാക്കണം. പ്രശാന്തി നിലയം 23/9/1968 ഭഗവാൻ പറഞ്ഞു. സായിരാം. അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ, സ്വാമി കണ്ടതും സ്വാമിയായിട്ടുള്ള. സായിരാം. ഓം ശ്രീ സായിരാം. ഞാന് 2023 ഭഗവാനെ അറിയാനായിട്ട് സാഹചര്യം ഉണ്ടായത്. 2023 എനിക്ക് എൻ്റെ വീട്ടില് എൻ്റെ 2 മക്കളുണ്ടായിരുന്നു. മൂത്തയാളുടെ പേര് ലക്ഷ്മി വിനോദ്, രണ്ടാമത്തെ ആള് നന്ദു വിനോദ്. ഒരാള് നേഴ്സിംഗ് പഠിക്കുന്ന 4ാം വർഷം, മൂത്തയാള്. രണ്ടാമത്തെ ആള് പോളിടെക്നിക്ക് 1ാം വർഷം പഠിക്കുന്നു. അമ്മയുണ്ട് കൂട്ടത്തില്. പിന്നെ ഭഗവാനിലോട്ട് വരാനുണ്ടായത്, എനിക്കൊരു ജീവിതത്തിലൊരു ട്രാജഡി ഉണ്ടായത്. അതെൻ്റെ ഡൈവേഴ്സ് ആയിരുന്നു. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം അത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിപ്പോയി അത്. അപ്പം അതുകൊണ്ട് അന്നേരം പല ഇടത്തും നമ്മൾ വിഷമം കാരണം കൊണ്ട് അങ്ങനെയൊക്കെ നടക്കുകയെല്ലാം ചെയ്ത് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സരസമ്മ ചേച്ചി നമ്മുടെ ഒരു റിലേഷനായിരുന്നു. അപ്പം ചേച്ചി പിന്നെ ചേച്ചിയുടെ അടുത്ത് പോയി. ചേച്ചി പിന്നെ അങ്ങനെ പറഞ്ഞു, നീ എന്നാ ചെയ്യുന്ന, നീ എന്നാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇനിയിപ്പം ഞാൻ ഒരിടത്തും പോകാനില്ല, ഇപ്പം എന്നാ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ലെന്ന്. ചേച്ചി പിന്നെ എന്നെ, നീ വേറെ എങ്ങും പോകണ്ട, പുട്ടവർത്തിക്ക് വിടൊന്നും വേണ്ട, അവിടെ അങ്ങനെ ഒരു ഓണത്തിൻ്റെ അന്ന് അവിടെ പോകാനുള്ളൊരു അവസരം എനിക്ക് 3 ദിവസത്തേനുണ്ട്, നീ അങ്ങോട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അതിന് കുറച്ച് ദിവസം മുമ്പൊക്കെ ഞാനിങ്ങനെ അവിടെ സമിതിയിലൊക്കെ എന്നെ കൊണ്ട് ആക്കി ഒക്കെ ചെയ്തായിരുന്നു. അവിടെ പോവുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഈ ഭഗവാന്റെ അടുത്ത് എനിക്ക് ഏതായാലും പ്രശാന്തി നിലയത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. അവിടുന്ന് ഒക്കെ അതിലെല്ലാം ഭജന ഇതെല്ലാം കാണാനും കൂടാനും ഒക്കെ പറ്റി. അപ്പൊ അവിടുന്ന് തന്നെ ഒത്തിരി മനസ്സിൽ എപ്പോഴും നമ്മുടെ ഇതിങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്ന കാരണം
ഭയങ്കര വിഷമമായിരുന്നു. അത് എവിടെ പോയാലും മാറുന്നതെന്ന് അറിയത്തില്ല. അതിങ്ങനെ നടന്ന് ഏതായാലും ഭഗവാന് അവിടെ പോയി വന്നതിന് ശേഷം എനിക്ക് ഭജനയൊക്കെ അങ്ങനെ പാടുകയും എല്ലാം ചെയ്തു. പാടി പാടി ഒരുപാട് അങ്ങനെ ഒത്തിരി ഭജനയെല്ലാം കണ്ടമാനം ഞാൻ പാടി 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 ഏതായാലും അതിനൊരു സമാധാനമായിട്ട് ഏതായാലും ഈ ഭഗവാന്റെ ഒരു സ്നേഹം എനിക്ക് മനസ്സിൽ ഉണ്ടായി. അതൊരു ഭയങ്കര ആശ്വാസമായി. അങ്ങനെയായിരുന്നു എനിക്കൊരു അനുഭവം ഉണ്ടായത്. പിന്നെ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് എപ്പോഴും ഭജനയ്ക്ക് പോകാനായിട്ട് സമിതിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ രാവിലെ വെളുപ്പിനെയൊക്കെ ഞാൻ എണീറ്റ് സമിതിയുള്ള ദിവസങ്ങളിൽ അതിരാവിലെ പോവുകയെല്ലാം ചെയ്യണം. അവിടെ പോയിരിക്കുകയെല്ലാം ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര മാനസികമായിട്ട് ഒത്തിരി ഒരു സന്തോഷം ഉണ്ടായി. വീട്ടിൽ നിന്നാലും നമുക്കതൊരു സമാധാനമൊന്നും ഇല്ലായിരുന്നു. ഏതായാലും ഭഗവാനെ ആ സമയത്ത് കിട്ടിയ കാരണം കൊണ്ട് ഒരുപാട് ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഭഗവാനെ കൂടുതൽ അറിഞ്ഞപ്പോൾ നമുക്ക് വളരെ സമാധാനമായി. അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു സ്നേഹമായിട്ടുള്ള പെരുമാറ്റം എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഭഗവാന്റെ ഒരു സ്നേഹം അവിടുന്ന് അറിയാൻ പറ്റി. ഞാൻ ഗ്രൂപ്പിലൊക്കെ കയറി സ്നേഹാമൃത ധാരയില് ഉള്ള ആ ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ പറ്റി. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം ശരിക്കും ഉറപ്പിച്ച് തരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പ്രേമരാജ് സാറൊക്കെ അതിനകത്ത് ആ ലിങ്കിലൊക്കെ ഇട്ടത് ശരിക്കും അത് ഭഗവാന്റെ ഒരു സാന്നിധ്യം പോലെയാണ് എനിക്ക് അത് മനസ്സിലായത്. സാറിന്റെ പാദത്തിലൊക്കെ നമസ്കരിക്കും. എല്ലാവരും ഗ്രൂപ്പിലുള്ള എല്ലാവരും സത്സംഗം നടത്തിയ ആൾക്കാരും ഒക്കെ എനിക്കത് ഭയങ്കര പ്രയോജനം ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പഴയ രീതിയിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റി. കുട്ടികളെയൊക്കെ ആയാലും നോക്കാനും അവരും ആകെ വിഷമിച്ചു പോയായിരുന്നു. മൂത്ത പെങ്കൊച്ചാണെങ്കിൽ അപ്പടി ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെയുള്ളൊരു വിഷമമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റിയത്. അവരെയൊക്കെ ഒരു വിധത്തിൽ ഭഗവാൻ അത് കാത്തു. അതിപ്പം ഈ സ്നേഹാമൃതധാരയിലൊക്കെ നിൽക്കുന്ന കാരണം കൊണ്ട് അത് നമുക്ക് എപ്പോഴും ഒരു ആ സത്സംഗമൊക്കെ കിട്ടുന്ന ഭയങ്കര ഊർജ്ജമാണ്. എപ്പോഴും അതിനകത്തൊന്നും പോകാതെ നമ്മൾ നിൽക്കുക. അത് സായിരാം സാർ, സായിരാം. പിന്നെ അവിടെ ഒരു തവണ ഇത് വായിക്കാനൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു തപോവനം ശ്രുതി സച്ചരിതമൊക്കെ വായനയുടെ ഒരു ഭാഗമായിട്ട് അവിടെ പോകാനായിട്ട് സാറ് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാനവിടെ പോവുകയൊക്കെ ചെയ്തായിരുന്നു. ഒരു ദിവസം നിൽക്കാൻ പറ്റുള്ളായിരുന്നു. വീട്ടിലും അമ്മ വയ്യാതിരിക്കുന്നതായിരുന്നു. അത് കാരണം കൊണ്ടൊക്കെ പോയിച്ച് ഒരു ദിവസം കൊണ്ടൊക്കെ പോയിട്ട് പോന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഏതായാലും കൈവിട്ട് പോയെന്നാ ഓർത്തത്. ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ച് ഭഗവാൻ അതെനിക്ക് അത് ഭഗവാൻ ഏതായാലും എനിക്കൊരു സ്വപ്ന ദർശനം കിട്ടിയ ഒരു 2-3 മാസമായി. അതൊരു ഭയങ്കര ഇതായി. ഞാൻ പ്രശാന്തി നിലയത്തിൽ നിൽക്കുന്ന അതിലെ സ്വാമി ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ സ്റ്റെപ്പിന്റെ താഴെ നിൽക്കുമായിരുന്നു. സ്വാമിയെ ഞാൻ കണ്ടു. അപ്പൊ ഞാനോടത്ത് എന്നെ കാണുമോ എങ്ങനെ അറിയത്തില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സൈഡിൽ നിൽക്കുമ്പോൾ ഏതായാലും ഭഗവാനോടൊന്ന് വർത്താനം പറഞ്ഞു വരുന്ന കണ്ടു പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് താഴെ വന്ന് എൻ്റെ തോളയിൽ 2 ഇങ്ങനെ പിടിച്ചു. അത്ര അങ്ങനെ ഞാൻ കണ്ടു ഭഗവാൻ. ഏതായാലും അങ്ങനെ ഒരു ദർശന ഭാഗ്യവും ഉണ്ടായി. പിന്നെ ബാലവികാസിന്റെ ഒക്കെ ക്ലാസ് ഒക്കെ കിട്ടിയപ്പോഴായാലും ആ കൊച്ചിനെ ചേച്ചിയായിരുന്നു അവിടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ആ ക്ലാസ്സിലൊക്കെ കയറാൻ പറ്റിയത് കാരണം കൊണ്ട് അതെല്ലാം കൂടുന്നതൊക്കെ ഞാനായിരുന്നു. അവനത് കേൾക്കാനായിട്ടൊന്നും ഒത്തില്ല. അപ്പം ഞാൻ ഫോണുമായിട്ട് പോകുന്ന സമയത്തൊക്കെ അത് ഏതായാലും ഞാനത് കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യായിരുന്നു. എപ്പോഴും അത് കൊണ്ടു നടക്കുകയും
അത് ആ ക്ലാസ്സിലെല്ലാം കയറുകയൊക്കെ ചെയ്തതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് അത് ശീലിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തുടർന്ന് അതെല്ലാം ചെയ്ത ഞാൻ എല്ലാ ദിവസവും തുടങ്ങുന്നു. അപ്പം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും എല്ലാം ഭഗവാനായിട്ട് അത് എത്തിച്ചു തന്ന പോലെ എനിക്ക് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും ഈ ഭഗവാന്റെ ആ ഒരു ശക്തി ഉള്ളതുകൊണ്ട് അതെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നു. പ്രേംരാജ് സാറിന്റെ ഒക്കെ ആ ഒരു ഭയങ്കര സംസാരം കേൾക്കണില്ല. കൈ സായിരാം സായിരാം സൈറാം പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞു സായിരാം. സൈറാം, വാസ്തവത്തില് ഇതുവരെ പങ്കെടുത്ത 379 പേരില് ഏറ്റവും മനോഹരമായിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് വിനോദിൻ്റെത്. കാരണം ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു പോയ ശേഷം എത്രയോ നാളിന് ശേഷം 23-ല് ഭഗവാൻ വന്ന് തോളിൽ തട്ടി സമാശ്വസിപ്പിക്കുന്ന ദർശനം തന്നതിലൂടെ ഭഗവാൻ ഒരിടത്തും പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു എക്സ്പീരിയൻസ് ആണ് വിനോദിനൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ വിനോദിന് ഇത്രയധികം ശക്തി തരാൻ ഭഗവാന് കഴിഞ്ഞു, വിനോദിനും മക്കൾക്കും. അതും ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. ഭഗവാനെ നേരിട്ട് കാണാതെ കണ്ടിന്യൂസ് ആയിട്ട് ഭജിക്കാനൊന്നും പോവാതെ 23-ല് 2023 തൊട്ട് ഇത്ര പെട്ടെന്ന് ഭഗവാൻ വിനോദിന്റെ മനസ്സിനുള്ളിൽ കയറിക്കൂടി എന്നുള്ളത് ഉണ്ടായിരുന്നു അവിടെ തന്നെ. അത് വിനോദ് അറിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും ഭഗവാന്റെ ശരീരം ഉള്ളപ്പോ തന്നെ കൂടുതൽ പോവും വരും, ഒരുപാട് സേവനങ്ങൾ ചെയ്യൊക്കെ ചെയ്തവരാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ തന്നെ ഒരാൾക്ക് ഭഗവാൻ ഇത്രയധികം സന്തോഷവും സമാധാനവും കുടുംബത്തിന് നൽകുക എന്നുള്ളത് ഭഗവാന്റെ മഹിമയുടെ ഒരു വലിയ ഒരു തെളിവായിട്ട് വിനോദ് പറഞ്ഞതിന് വിനോദിനോട് ഞങ്ങൾ പ്രത്യേകം സ്നേഹം പറയുന്നു. വേറൊരു കാര്യം, ഇതുപോലെ തന്നെ പ്രേമരാജിന്റെ സ്നേഹാമൃതം ധാര ചെയ്യുന്നത് വലിയ ഒരു സേവനമാണ്. കാരണം 3 നേരം എത്രമാത്രം സാധനകളിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അത് എത്ര പേർക്കാണ് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത്, ആശ്വാസം പകരുന്നത് എന്നുള്ളതും കൂടെ വിനോദിന്റെ വാക്കിൽ നിന്ന് മനസ്സിലായി. വിനോദ്, താങ്ക്സ് എ ലോട്ട്. സായിരാം, ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് ഉണ്ടാവട്ടെ. മക്കൾക്കും വിനോദിനും അമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം ഇനി ഉണ്ടാവട്ടെ. മാഷെ, എനിക്ക് ലക്ഷ്മണ ശബ്ദം തന്നെ മാഷും കൂടെ കേൾക്കുന്നില്ല. പറയൂ വിനോദിന്റെ ചിലപ്പോൾ ഇങ്ങോട്ട് അനുഭവത്തെ വരും കുറിച്ച്. ശബ്ദം, സായിരാം. പിന്നെ കേൾക്കുന്നില്ല. പറഞ്ഞത് ഞാനും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാന്റെ ഇഹലോകവാസത്തിന് ശേഷം ഇതുപോലെ ഒരു അനുഭവം ആരും പറഞ്ഞില്ല. അത് തന്നെ സ്വാമി നമ്മുടെ കൂടെ ജീവിക്കുന്നു, സർവാന്തര്യാമിയായി ജീവിക്കുന്നു എന്നുള്ളതിന് ഉള്ള തെളിവാണ്. അത് നമ്മൾ വിനോദനിലൂടെ കേട്ട്, പ്രത്യേകിച്ചും ഈ 100-ാം ജന്മദിനം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതുകൊണ്ട് എനക്കും ഇതേ പറയാനുള്ളൂ. വിനോദനും കുടുംബത്തിനും ഭഗവാനിൽ നിന്ന് ഇനിയും കൃപയും അനുഗ്രഹവും ധാരാളം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സായിരാം. 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 ഭഗവാന്റെ വീഡിയോ ഇടും ഇപ്പോഴ്. അത് കഴിഞ്ഞിട്ട് വിനോദ് ഒരു 10 പാടണം കേട്ടോ. സായിരാം. തൽക്കാലം വീഡിയോ ഓഫ് ചെയ്തോളൂ. సుఖదుఖములు రెండింటిని కూడాను సమతత్వంగా మనం విశ్వసించాలి. We have to be equal minded in times of pain and అదే pleasure. నిజమైన మానవుని యొక్క విజ్ఞత. That is the awareness in human life. ప్రేమ స్వరూపులారా, Embodiments of love. లోకంలో అంతా చరిత్రాత్మకులు ఎందరో ఉంటున్నారు. There are many men of history వారు in this నాటి world. మొదలు నేటి వరకు కూడాను దుఃఖమును మాత్రమే ఆశిస్తూ వచ్చారు. We find their lives full of sadness then and now. దుఃఖములో ఉండినటువంటి ఆనందం సుఖంలో మనకు లభించదు. The happiness that you find in misery
is not noticed. സതീശ വീഡിയോന്റെ കംപ്ലൈന്റാ. അത് എന്തോ ഇതായിട്ടല്ലേ, നെറ്റ്വർക്കിന്റെ പ്രശ്നം തോന്നുന്നു. ശരി, നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ശരിയാവും. ശരി ശരി, സമയമുണ്ടല്ലോ. വീഡിയോക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്, അതോ അവിടുത്തെ നെറ്റ് പ്രോബ്ലമോ? നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. ഇവിടെയൊക്കെ മഴയുണ്ട്. നെറ്റിന്റെ പ്രോബ്ലം ആണ് അല്ലേ? അതെ, അവിടെ ഭയങ്കര മഴയാണല്ലോ. പുട്ടപർത്തിയിൽ നല്ല കാലാവസ്ഥയല്ലേ? പുട്ടപ്പത്തിലും മഴയാണ് മാഷെ. രാത്രി മഴ, പകല് മഴ, അങ്ങനെയാണ്. ഇവിടെ മഴയും കാർമേഘവും തന്നെയാണ്. ഓ അത് ശരി. ഇടയ്ക്കൊന്ന് വെയില് വന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. ഒരിക്കലും ഇല്ലാത്ത മാതിരി ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു മഴ വെതറാണ് ഇവിടെ. ഇപ്പോഴേ തിരക്ക് തുടങ്ങിയോ? അറിയില്ല, എല്ലായിടത്തെയും പോലെ ഇവിടെയും അത്ഭുതമാണ്. ഇവിടെ ഇങ്ങനെ മഴക്കോളും മഴ ചാറലൊക്കെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ ഒരു അങ്ങനെയാണെങ്കിൽ സതീശൻ നിർത്തിക്കോളൂ, വരുന്നില്ലല്ലോ. നമുക്ക് ഭജന പാടിക്കാം. ഓക്കെ സായിരാം, വിനോദ് ഭജന പാടിക്കോളൂ. സായിരാം. സായിരാം, ശാന്തി അരവിന്ദ് ഉണ്ടോ? ശാന്തി അരവിന്ദ് പോയോ? വിനോദ് പാടിക്കോളൂ. സായിരാം. ദയാ സാഗര കരുണാകര, ദയാ സാഗര കരുണാകര, ജഗദീശ്വര സായീശ്വര, ജഗദീശ്വര സായീശ്വര, ദയാ സാഗര കരുണാകര, ഭുവനേശ്വര അഖിലേശ്വര, ഭുവനേശ്വര അഖിലേശ്വര, ഗുണഗംഭീര സായീശ്വര, ഗുണഗംഭീര സായീശ്വര, ദയാ സാഗര കരുണാകര, ജഗദീശ്വര സായീശ്വര.
ദയാസാഗര കരുണാകര ഭുവനേശ്വര അഖിലേശ്വര ഗുണഗംഭീര സായീശ്വര ഗുണഗംഭീര സായീശ്വര ദയാസാഗര കരുണാകര. വിനോദ് നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു ഭജനയും കൂടെ പാടുവോ? സായിരാം സായിരാം. ദുർഗ ഭവാനി മാ ജയ ജയ സായി മാ. ദുർഗ ഭവാനി മാ ജയ ജയ സായി മാ. കാളി കപാലിനി മാ ജയ ജയ സായി മാ. കാളി കപാലിനി മാ ജയ ജയ സായി മാ. ദുർഗ ഭവാനി മാ ജയ ജയ സായി മാ. പരമശിവാനി മാ ജയ ജയ സായി മാ. പരമശിവാനി മാ ജയ ജയ സായി മാ. ജഗദോദ്ധാരിണി മാ ജയ ജയ സായി മാ. ജഗദോദ്ധാരിണി മാ ജയ ജയ സായി മാ. ദുർഗ ഭവാനി മാ ജയ ജയ സായി മാ. കാളി കപാലിനി മാ ജയ ജയ സായി മാ. ദുർഗ ഭവാനി മാ ജയ ജയ സായി മാ. പരമശിവാനി മാ ജയ ജയ സായി മാ. ജഗദോദ്ധാരിണി മാ ജയ ജയ സായി മാ. ജഗദോദ്ധാരിണി മാ ജയ ജയ സായി. ദുർഗ ഭവാനി മാ ജയ ജയ സായി മാ. താങ്ക് യു സായിരാം വിനോദ്. സായിരാം ലവ്. സായി ഉപമ. ഭൗതികമായ ഉപയോഗം മാത്രമുള്ള വസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അതിശയോക്തിയോടെ പറയാതിരിക്കുക. നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ അതിൻ്റെ പ്രാധാന്യം മറഞ്ഞു പോകുന്നു. മാറ്റത്തിന് വിധേയമാകാത്ത സത്തിനെ അന്വേഷിക്കുക, ചിത്തിനെ അന്വേഷിക്കുക. അത് വികാരങ്ങൾക്ക് അടിമപ്പെടാത്തതും പരിശുദ്ധവും അഹന്തയോ ആഗ്രഹമോ ഇല്ലാത്തതും ആയ ബോധത്തിന്റെ അവസ്ഥയാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രകാശത്തിന്റെ അർത്ഥം എന്താണെന്നും അനുഭവവും ഉണ്ടാവുകയുള്ളൂ. ആ പ്രകാശം മറ്റുള്ളവരുടെ മാർഗത്തെയും പ്രകാശപൂർണമാക്കുന്നു. യാതൊരു മാലിന്യവും പുരളാത്തതും മമതയില്ലാത്തതും പ്രേമത്തിൽ നിന്നും ഉളവാകുന്നതുമായ ആനന്ദത്തെ അന്വേഷിക്കുക. ഒരു തേനീച്ച പൂക്കളിന് മുകളിൽ ഇരുന്നു കൊണ്ട് മധു നുകരുന്നത് പോലെ ഈശ്വര മഹത്വമാകുന്ന പൂക്കളിൽ ഇരുന്നു കൊണ്ട് അനുഗ്രഹമാകുന്ന തേൻ നുകരുകയും നിശബ്ദമായും ആനന്ദത്തോടെയും അത് അനുഭവിക്കുകയും ചെയ്യുക. സച്ചിത് ആനന്ദ സ്വരൂപനായ ഭഗവാന്റെ മാധുര്യത്തെ നേരിടുവാനും നുകരുവാനും പഠിക്കുക. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.
जय बोलो भगवान श्री सत्य साई बाबा जी की जय।